ഇത്ര രുചിയുള്ള അവിയൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയെന്ന് കണ്ടോക്കിയാലോ? വെൽക്കം ടു തായിസ് വ്ലോഗ്. ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാനിന്ന് ഓണമൊക്കെ അല്ലേ നമുക്ക് വരുന്നത്. അപ്പം ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ അവിയൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട്, പച്ചക്കായ്, പയർ, വെള്ളരിക്ക, പിന്നെ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ചേനയൊക്കെ വേണമായിരുന്നാൽ എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത്. ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത് മൺചട്ടി തന്നെ ഞാൻ എടുത്ത്. ഇനി അത് ആ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പച്ചമുളകിനൊന്ന് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അധികം അത് വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്യാസ് കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഗ്യാസിലേക്ക് നമുക്ക് ഈ ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് ഇതിലേക്കൊരു അരപ്പ് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തില്ലേ, അതിന് ബദൽ ഇതിൽ ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കും ചെയ്യാം കേട്ടോ. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പക്ഷേ എനിക്ക് പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് തേങ്ങേനൊന്ന് ചതച്ചെടുത്തുകൊണ്ട് പറഞ്ഞാൽ അരയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടോയെന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം കൂടെ ഇതങ്ങനെ തന്നെ വെന്ത് വരട്ടെ കേട്ടോ. ഈ ആവിയിൽ കിടന്നാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് വരേണ്ടത്. അപ്പോൾ അതാട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് ഉടയാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ആ കൂട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പച്ചക്കറി വെച്ചിട്ട് എല്ലാത്തിനും ഈ തേങ്ങേനൊന്നും ഇങ്ങനെ മൂടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതങ്ങനെ ആവി കൊണ്ട് ഒന്ന് ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളത് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതെല്ലായിടത്തും ആയി വരുന്ന പോലെ നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് പുളിക്ക് ആവശ്യമുള്ള തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ മാങ്ങക്കാലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ തൈര് ഒഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കണേ. ഗ്യാസ് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇവിടെ ഇരിക്കണം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാട്ടോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ആ കറിവേപ്പിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറിവേപ്പില നമുക്ക് എടുത്ത് മാറ്റണം എന്നൊന്നുമില്ല, പക്ഷേ ഞാൻ അതൊരു പാത്രത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ കറിവേപ്പിലിനൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഈ അവിയൽ. നമുക്ക് സദ്യക്കൊക്കെ അവിയലാണല്ലോ ഏറ്റവും നമുക്ക് പ്രധാനം. ഭയങ്കര ടേസ്റ്റും കേട്ടോ ഈ അവിയൽ ചോറും കഴിക്കാനും. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാൻ ഇതുപോലത്തെ അടുത്തൊരു വിഭവമായിട്ട് വരുന്നുണ്ട്.